ഇന്ന് നമ്മുടെ മനസ്സിനെ വളരെയേറെ പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു 14 വയസ്സുള്ള പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് മാത്രമല്ല, ആ പെൺകുട്ടിയുടെ കൈകളെല്ലാം പുറകിൽ കെട്ടിയിരുന്നു, പിന്നെ ശരീരത്തിൽ മുറിവുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടാണ് കൊന്നത്, കഴുത്ത് ഞെരിച്ചു കൊന്നു. അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ ഒരു 16 വയസ്സുകാരനാണ്. അതാണ് നമ്മുടെ മനസ്സിൽ വളരെയേറെ ഞെട്ടലുണ്ടാക്കി. ഒരു 16 വയസ്സുകാരൻ ഒരു പെൺകുട്ടീനെ ഇത്രയും ക്രൂരമായിട്ട് കൊല്ലുമോ എന്നുള്ളത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ മാനസികാവസ്ഥ ഓർക്കുന്നു വളരെയേറെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇവരെന്ന് വെച്ചാൽ ഒരു 15-16 വയസ്സൊക്കെ ആകുമ്പം തന്നെ ഇവർ വേറൊരാളായി മാറുവാണ്. അതായത് അവരുടെ ഹോർമോൺ ചേഞ്ചിൽ അവർ വേറൊരാളായി മാറുവാണ്. നമ്മളടുത്ത് അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും. നമ്മൾ ഉറക്കെ സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി ഉറക്കെ അവർ നമ്മളോട് സംസാരിക്കും. ഇങ്ങനെയുള്ള ചേഞ്ചസൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഹോർമോൺ ചേഞ്ചൊക്കെ ഉണ്ടെന്ന് വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് ഇങ്ങനെ ആവാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവൻ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ കുട്ടികളിലെ ഡ്രഗ്സ് ഒക്കെ എത്തിക്കുന്നവർക്ക് കർശനമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. അതായത് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ കർശനമായിട്ടുള്ള ശിക്ഷകൾ. അല്ലെങ്കിൽ ഈ പിഞ്ച് കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ ഈ ഡ്രഗ്സൊക്കെ കൊടുത്ത് നമ്മുടെ സമൂഹത്തെ തന്നെ ഒമാൻ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ആദ്യം യുവമാർക്കെതിരെ കടുത്ത നടപടികൾ എടുക്കണം. അതുപോലെ തന്നെ ആ പയ്യൻ്റെ കാര്യം, അവന് നേരത്തെ തന്നെ അവൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടീനെ ശല്യപ്പെടുത്തുന്ന സാഹചര്യത്തിൽ. അപ്പോൾ പോലീസുകാർ അവനെ ശാസിച്ച് വിട്ടു. കാരണം ഒരു കുട്ടിയാണല്ലോ, ശാസനം കൊണ്ട് ശരിയാകുമെന്ന് അവർ വിചാരിച്ചിരുന്നിരിക്കണം. പക്ഷേ ശാസനം കൊണ്ടൊന്നും അവൻ ശരിയായില്ലെന്ന് മാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ ജീവനും ജീവിതവും നശിപ്പിച്ച് കളയാണ് ചെയ്തത്. അപ്പോൾ ദയവ് ചെയ്ത് മാതാപിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ മക്കളെ അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക. ചിലപ്പോൾ അവർ നമ്മളോട് പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല വേറൊരിടത്ത് ചെന്ന് പെരുമാറുന്നത്. അതുകൊണ്ട് അന്ധമായി വിശ്വസിക്കാതിരിക്കുക. ഒരു ചരട് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ കെട്ടിയിട്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് നമ്മൾ അവരെ നിയന്ത്രിക്കാനല്ല, അവർ ആ ചരട് വിട്ട് പൊട്ടിപ്പോകുമെന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അവരെ വലിച്ച് നമ്മളിലേക്ക് ചേർത്ത് പിടിക്കുക. കാരണം എന്ന് വെച്ചാൽ ചില ശാസനകൾ നമ്മൾ ഭയങ്കരമായിട്ട് ശാസിച്ചാൽ ഇവർ നമ്മുടെ അടുത്ത് വരില്ല. കടുത്ത നിയന്ത്രണങ്ങൾ ഇവർ നമ്മുടെ അടുത്ത് നിൽക്കില്ല. പക്ഷേ സ്നേഹപരമായിട്ടുള്ള ചില ശാസനകളിൽ ഇവർ നമ്മളടുത്ത് വരും. അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ വേറെ ഒന്നും കൊണ്ട് നമ്മളെ കുട്ടികളെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അമിതമായിട്ട് നമ്മളെ മക്കളെ വിശ്വസിക്കാതിരിക്കുകയാണ്. നമ്മൾ അമിതമായിട്ട് വിശ്വസിക്കും, നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ 16 വയസ്സുകാരൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഞെട്ടലുണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ മക്കളെ എപ്പോഴും അവരിൽ ഒരു ചെറിയൊരു കൺട്രോൾ, അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരൊക്കെയാണ് കൂട്ട്, അതൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ്.